നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ പൊള്ളലേറ്റ് മരിച്ച സംഭവം പുറം ലോകമറിയുന്നത് 20 മണിക്കൂറുകൾക്ക് ശേഷമാണ്. കൊമ്പൊടിഞ്ഞാൽ സ്വദേശിയായ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരെയാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം. മരണത്തിൽ ദുരൂഹതകളൊന്നുമില്ലെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും മാറി ഒറ്റപ്പെട്ട വീടായതിനാലാണ് അപകട വിവരം ആരും അറിയാതെ പോയത്. റോഡിൽ നിന്നും വീട്ടിലേക്ക് 150 മീറ്ററോളം നടപ്പുവഴിയാണ്. പ്രദേശവാസിയായ ജോസഫാണ് ദുരന്തം നടന്ന വിവരം ആദ്യം അറിയുന്നത്. പിന്നീട് ഇയാളാണ് ബാക്കിയുള്ളവരെ വിവരമറിയിക്കുന്നത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിരുന്നു. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. മരണപ്പെട്ട ശുഭയ്ക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ആത്മഹത്യയാകുമെന്ന് കരുതുന്നില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായതെന്നോ മരണങ്ങൾ നടന്നതെന്നോ കൃത്യമായി അറിയില്ലെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു. ശുഭയുടെ ഭർത്താവ് കോവിഡ് കാലത്ത് മരണപ്പെട്ടിരുന്നു. പിന്നീട് ശുഭയ്ക്ക് വിഷാദരോഗം ഉണ്ടായെന്ന തരത്തിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ വീടിന് തീപിടിച്ച് കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്.